വിനായക ചതുർത്ഥിയായിട്ട് ഞാൻ CSMT അതാ പറയുക, ഛത്രപതി ശിവാജി ടെർമിനസിൻ്റെ അവിടെയാണ്. അതായത് പണ്ടത്തെ വീട്ടി ഫാസ്റ്റ് ട്രാക്കിൻ്റെ അധികം ഇവിടുന്ന് പുറത്തേക്ക് കിടന്നു. ആ എൻട്രി കൂടെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞിട്ട് ഇതാ കച്ചവടക്കാർ ഉണ്ട് കുറേശ്ശെ, അത്ര അധികമില്ല. അത് പണ്ട് തൊട്ടേ ഉള്ളത് തന്നെയാണ്. അവിടെയുള്ള കച്ചവടക്കാർ ഇപ്പോഴും ആ റോട്ടിലുണ്ട്. ആ റോട്ടിൽ സിഗ്നലിൻ്റെ അധികം വന്ന്. അപ്പോൾ ഈ 10 ദിവസവും ഞാൻ കണ്ട ഗണപതികളുടെയൊക്കെ ഫോട്ടോസ് വീഡിയോസും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടിടാം. അധികം എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല. അതിൻ്റേതായ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ഞാൻ പോകെ നല്ലോണം പുരോഗമിപ്പിച്ച് നല്ലതിലായിട്ട് കൊണ്ടെടുത്ത് സിഗ്നലിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അത് ആ GPO ആണ്. ബോംബെയിലെ GPO. ഇത് കാണേണ്ടത് തന്നെയാണ്, അത്ര ഭംഗിയാണ് ഉള്ളതാണ് ഈ GPOൻ്റെ അവിടുന്ന് ഓപ്പോസിറ്റ് എത്തിക്കഴിഞ്ഞാൽ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടിലെ രാജ എന്ന് പറയും. അതായത് ഇച്ഛാപൂർത്തി ഗണപതിയാണ്. ഇച്ഛാപൂർത്തി ഗണപതി എന്നാണ് പറയുക. ഇപ്പോൾ കണ്ടില്ലേ, ശിവൻ്റെ ഇത് കഴിഞ്ഞ് ഓരോ വർഷം ഓരോ രൂപത്തിലാണ് അമ്പലം ധരിക്കുന്നത്. അപ്പോൾ 12 ജ്യോതിർലിംഗത്തെ ആദ്യത്തെ ജ്യോതിർലിംഗമായ സോമനാഥ ക്ഷേത്രത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഇപ്രാവശ്യം അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാം, എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അതേമാതിരി തന്നെയാണ് രൂപം വെച്ചിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ സോമനാഥ ക്ഷേത്രത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ശിവൻ മുമ്പിൽ കാള. ഇതൊക്കെ ഒറിജിനൽ അല്ല എന്നുള്ളത് തോന്നില്ല. അത്രയും ഭംഗിയായിട്ട് ഇവർ ടെമ്പറി ചെയ്ത് വെച്ചിരിക്കണം. ഉള്ളിലേക്ക് കടന്നു. അത്ര അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അത് കുറച്ച് മുന്തലും തള്ളലൊക്കെ ഉണ്ട്. നല്ല വലിയ കുഴപ്പമില്ലാണ്ട് ഉള്ളിലേക്ക് വന്നു. ശിവൻ്റെ ഇതാണ്. ഇവിടെ ഉള്ളിൽ ഫുള്ള് AC ആണ്. അതുകൊണ്ട് നിൽക്കാനും നടക്കാനും അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് തിരക്കുണ്ട്, കുറച്ച് അങ്ങനെയുള്ളൂ. ഓം നമഃ ശിവായ എന്ന് എഴുതിയിട്ടുണ്ട്. ഭംഗിയായിട്ട് പണി ചെയ്ത അമ്പലം പോലെ ഉണ്ട് അല്ലേ. ശരിക്കും ആർട്ടിഫിഷ്യലാണ് എന്നുള്ളത് മനസ്സിലാവില്ല. ജ്യോതിർലിംഗം രൂപം വെച്ചിരിക്കുന്നു. മുമ്പിൽ പാർവതിയുടെയാണ് മണി. അതെല്ലാം ഇവിടെ അമ്പലങ്ങളിൽ ഭഗവാനെ മണി അടിച്ച് തൊഴുകയെന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്, ഉറങ്ങുന്നില്ല അന്നെ നോക്കാൻ വേണ്ടിയിട്ട് മണി അടിക്കുക എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. പാർവതി ദേവി, ഹനുമാനും ഗണപതിയും ഒക്കെ ഉണ്ട്. താഴെ ശിവഭഗവാന്റെ ഇതാണ്. മുകളിലാണ് ഗണപതിയുടെ മൂർത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാം. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് സൈഡിൽ കൂടെ എടുക്കുകയാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുകളിലേക്ക് കയറേണ്ടതാണ്. നല്ല തിരക്കുണ്ട്. ഇത് ലോകമാന്യ തിലകൻ. ഇത് നമ്മുടെ പ്രൗഡ് ശിവാജി മഹാരാജ്. ബാലഗംഗാധര തിലകനാണ് നമ്മുടെ ഈ ഗണപതിശോത്സവം തുടങ്ങിയത്. ഈ പയ്യനെ കണ്ടില്ലേ, ഈ പയ്യനാണ് എല്ലാവരും കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഓരോരുത്തരെ സെറ്റായിട്ട് വിടുന്നത്. നല്ല ഭംഗിയിൽ വിടുന്നുണ്ട്. നല്ല ഇഷ്ടം തോന്നി, കൗതുകം തോന്നി. പയ്യൻ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. എന്തൊരു സുഖം അറിയോ ശരിക്കും. ACയുടെ ആ ഒരു റിലാക്സ് ഉണ്ട്. തള്ളലൊന്നും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇല്ല. അതിനാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ഉള്ളിൽ കുറേശ്ശെ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് ഇരിക്കുന്നത്. എല്ലാവരും മൊബൈലും പിടിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിനൊക്കെ അനുവദിച്ച് അവർ സമയം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് കുറച്ച് തിരക്ക്. 70 വർഷമായി ഇത്. 40 വർഷം ഞാനായിട്ട് കാണുമോ. മുമ്പത്തെ മാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ എത്ര ഫീലിംഗ് അറിയോ. നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ. ശരിക്കും ഒറിജിനൽ അല്ല എന്നുള്ളത് തോന്നില്ല. അത്രയും നല്ലൊരു ശാന്തം. ഓം ഗണേശായ നമഃ ചൊല്ലുന്നുണ്ട് മന്ത്രം. ഇവിടെ മൂഷികൻ, ഇവിടെ എല്ലാ ഗണപതിയുടെ മുമ്പിലും മൂഷികൻ ഉണ്ടാവും. ചെവിയിൽ നമ്മൾ അഭീഷ്ടസിദ്ധി പറയുക. വലത്തെ കാലിൽ നമസ്കരിച്ചിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. ഗണേശമൂർത്തി വലത്തെ കാലിൽ ഉയർത്തി വെച്ച് നമ്മൾ ആ കാലം നമസ്കരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ നോക്കി പറയുക എല്ലാവരും വീഡിയോ തീർത്തുന്നത്. ഇതാണ് ശരിക്കും മൂർത്തി. എന്ത് ഭംഗിയല്ലേ കാണാൻ. അവിടുന്ന് പുറത്തേക്ക് കിടന്നപ്പോൾ കാണാനില്ലേ, GPO ആണ് കാണുന്നത്. അവിടുന്ന് BT സ്റ്റേഷനിലേക്ക് എത്തി. ഇതാ കണ്ടില്ലേ എത്തിയത്. മെയിൻ എൻട്രൻസ് പുറത്തേക്ക് കിടന്ന് തന്നെ. ഇതിപ്പോൾ ലോക്കൽ ട്രെയിനിൻ്റെ അവിടെ. ഇതിൽ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയിട്ട് GSB ഗണപതി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ ലോക്കൽ ട്രെയിൻ നിൽക്കണില്ലേ, ആ ലോക്കൽ ട്രെയിൻ പിടിക്കാനാണ് പോണത്. ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് മാട്ടിങ്ങ സ്റ്റേഷനിൽ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. മാട്ടിങ്ങടി സൈനിൻ്റെ ഇടയിലാണ് GSB ഗണപതി ഉള്ളത്. അപ്പോൾ നമ്മൾ മാട്ടിങ്ങ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അടുത്തുള്ള 1-2 ഓപ്പൺ ചെയ്ത് വെച്ച ഗണപതിനെ കാണാം. ഇത് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉള്ളൊരു ഗണപതിയാണ്. അത് എപ്പോഴുള്ളതാണ് ഈ ഗണപതി.
പൂജയും ഇതൊക്കെ ചെയ്യേണ്ടത് തമിഴ് സ്റ്റൈലാണ്. അവിടെ ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ ഇത് വേറൊരു പബ്ലിക് ഗണപതി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ലൈറ്റും ഇതൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. എപ്പോഴും ഇവിടെ വലിയൊരു മൂർത്തി ചെറിയൊരു മൂർത്തി ഉണ്ടാവും. ചെറിയ മൂർത്തി പൂജ വലിയ മൂർത്തിനെ ആരതിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യവർ ആ ഒരു രീതിയിൽ പോണു. ഇത് വേറൊരു ഗണപതി. അങ്ങനെ 2 ഗണപതിയാണ് മാട്ടിനുള്ളത്. അവിടെ നമ്മൾ GSB പോണ കരകാട്ടൊക്കെ കണ്ട് അത് കഴിഞ്ഞ് GSB ഗണപതി അവിടെ ലൈനിലെത്തി. ലൈൻ കണ്ടില്ലേ, ഭയങ്കര ലൈനാണ്. പിന്നിലും മുമ്പിലും നോക്കിയപ്പോൾ നല്ല ലൈനുണ്ട്. എന്നാലും മുഖദർശനത്തിനുള്ളതാണ് കേട്ടോ. മറ്റേ ദർശനം സമയമുണ്ട്, അതിന് അത്രയധികം നേരമുണ്ട് നിൽക്കേണ്ടി വരും. അതിനുള്ള കെൽപ്പില്ല. അതിനാൽ ഈ ലൈനിൽ നിൽക്കുകയാണ്. ഈ ലൈൻ 2 മണിക്കൂർ നിന്നിട്ടാണ് ഈ മുകളിലേക്ക് കയറാനുള്ള സ്ഥലത്തേക്ക് എത്തിയത്. അത്രയധികം ലൈൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റിൽ ദർശനം കഴിയും. അതുകൊണ്ട് മുകളിലേക്ക് കയറുന്ന അതും ഈ വഴിയും ടെമ്പററി ഉണ്ടാക്കിയേക്കുന്നതാണ്. അത് മുഖദർശനം എന്ന് പറയുമ്പോൾ ഉയരത്തിൽ വെച്ചിട്ട് നമുക്കങ്ങനെ കാണുള്ളൂ. ഇത് പ്രസാദങ്ങൾ അവിടെ പാക്ക് ചെയ്യണതാണ്. എല്ലാവർക്കും ഒരു ലഡുവിൻ്റെ പാക്കറ്റ് അങ്ങനെ കിട്ടും, തരും അവർ. പൂജാരികൾ ഇതായിട്ട് ഉള്ളവരാണ്. കർണാടകക്കാരുടെയാണത്. GSB കണ്ടില്ലേ എന്തൊരു തിരക്ക്. അതൊക്കെ മുഖദർശനത്തിനുള്ളതല്ല, ശരിക്കും കാല് തൊട്ട് വന്നിക്കാൻ മാതിരി തിരക്കിലാണ് ആൾക്കാർ. കണ്ടില്ലേ ഭയങ്കര തിരക്കാണ്. മൂർത്തി നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞത് അപ്പം ഞാൻ മുളണ്ടിലെത്തി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നീലം കൊണ്ടാടാൻ വേണ്ടി കലാപരിപാടികൾക്ക് ഉത്സവക്കാലാണ്. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥിയുടെ ആശംസകൾ നേരുന്നു. ഗണപതി ബപ്പ മോര്യ, ഗണപതി ബപ്പ മോര്യ.